ഹായ് ഡിയർ, അസ്സാം വലൈക്കും. കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ഇത് നല്ലൊരു വെറൈറ്റി ഡിഷ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എന്നോട് റെസിപ്പി ചോദിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. മുരിങ്ങക്കായ് കടുമ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു തേങ്ങ നമ്മുടെ ആട്ടുകല്ലിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് അരക്കാൻ അതിലേക്ക് ഒരു സ്പൂൺ 1.5 സ്പൂണോളം പച്ചരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അരപ്പൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. നന്നായി അരിഞ്ഞതിന് ശേഷം 1 സ്പൂണോളം മല്ലിയും കൊത്തമല്ലി, കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ, അര സ്പൂൺ വരെ ജീരകം, പിന്നെ ഒരു 3 പച്ചമുളക് എന്നിവ ഈ അരപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി അരിഞ്ഞ് നല്ല പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം നമുക്ക് കല്ലിൽ നിന്ന് വാങ്ങാം. ശേഷം നമുക്ക് കടുമ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളയരി ഞാൻ 1 കപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഞാനിവിടെ മുരിങ്ങക്കായ് ഒരു 6-7 മറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പ് നന്നായി അരഞ്ഞു. അപ്പോൾ നമുക്കത് കല്ലിൽ നിന്നും മാറ്റാം. മുരിങ്ങക്കായ് എത്ര ഇടുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ. ശേഷം നമുക്കൊരു വലിയൊരു പാത്രത്തിൽ, അപ്പച്ചെമ്പാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പച്ചെമ്പ് എന്ന് വെച്ചാൽ നമ്മൾ കടുമ്പുണ്ടാക്കുന്ന ആ ഒരു പാത്രമില്ലേ, ആ പാത്രം. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് മുരിങ്ങക്കൊമ്പ് ആദ്യം നന്നായി വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പിടണം. മുരിങ്ങക്കായ് വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ മാവുണ്ടല്ലോ കടുമ്പുണ്ടാക്കാനായിട്ട്, ആ മാവിനെ നന്നായിട്ട് ഒന്ന് ചൂടാക്കി ചെറിയ ബോൾസ് ആക്കിയിട്ട്, ചെറിയ ബോൾസ് എത്ര ചെറുതാക്കുന്നോ അത്രയ്ക്ക് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് അനുഭവപ്പെടും. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുരിങ്ങക്കായ് വെന്ത് കിട്ടും. അതിനുശേഷം മുരിങ്ങക്കായ് അടുപ്പിൽ നിന്നും കോരിയെടുത്ത് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചെറുതാക്കി വെച്ചിട്ടുള്ള കടുമ്പിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ മുരിങ്ങക്കായ് മാറ്റി വെച്ചിട്ടുണ്ട്. കടുമ്പ് ചെറുതായിട്ടത് നന്നായി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വെന്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ അരപ്പുണ്ടല്ലോ, അത് അതിലോട്ട് ഒഴിച്ചെടുക്കാം. തിക്കിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച് കട്ടിയോട് കൂടിയിട്ട് ഉണ്ടാവൽ, അതുകൊണ്ട് കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച മുരിങ്ങക്കായും കൂടി ചേർത്ത് അടുപ്പിൽ നിന്നും വാങ്ങാം. നല്ല ടേസ്റ്റായിട്ടുള്ള മുരിങ്ങക്കായ് കടുമ്പ് ഇത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മുരിങ്ങക്കായ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. 100% ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. പിന്നെ ഒരു കാര്യം കൂടി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നും കൂടി പ്രസ് ചെയ്യണേ.